ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ് പബ്ലിക് എക്സാമിന് 5 മാർക്കിനൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണിത്. ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിംസ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് ആവർത്തിച്ച് 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ വിശദീകരിച്ചത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 2 മാർക്കിനൊക്കെ ആണെങ്കിൽ എഴുതി 2 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ഇവിടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് ലക്ഷ്യങ്ങളാണ്. അതായത് ബഡ്ജറ്റിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ചില ലക്ഷ്യങ്ങൾ പ്രധാനമായിട്ടും 3 ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. 1 അലൊക്കേഷൻ ഫംഗ്ഷൻ, 2 ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, 3 സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. അലൊക്കേഷൻ ഫംഗ്ഷൻ എന്താ പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ വിനിയോഗധർമ്മം എന്നൊക്കെ പറയാറുണ്ട്. അതായത് ജനങ്ങൾ സാധനം യൂസ് ചെയ്യുക അല്ലെങ്കിൽ ജനങ്ങൾ ഉപയോഗിക്കുക അല്ലേ. അലൊക്കേഷൻ ഫംഗ്ഷൻ ഓഫ് ദി ഗവൺമെൻറ് റെഫേഴ്സ് ടു മേക്കിംഗ് അവൈലബിൾ ടു ആൾ, എല്ലാവർക്കും എന്താണ് വിതരണം ചെയ്യുക അല്ലെ, എല്ലാവർക്കും ലഭ്യമാക്കുക എന്നാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പബ്ലിക് ഗുഡ്, അറേഞ്ചിങ് ദ റിസോഴ്സസ് ഫോർ ദ സെയിം പർപ്പസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ദി എഫക്റ്റീവ്ലി എമംഗ് ദി ആൾ പീപ്പിൾ, എല്ലാവർക്കും വിതരണം ചെയ്യുക അല്ലേ, എല്ലാവർക്കും എന്താണ് വിതരണം ചെയ്യുക അല്ലെങ്കിൽ യാതൊരു വിവേചനം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഗുഡ്സ് 2 തരത്തിലുണ്ട് അല്ലെങ്കിൽ 2 ടൈപ്സ് ഉണ്ട്, പ്രൈവറ്റ് ഗുഡ് ആൻഡ് പബ്ലിക് ഗുഡ്. ഇപ്പോൾ ഗവൺമെൻറ് ഇതൊക്കെ ജനങ്ങൾക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് വിതരണം ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് പ്രധാനമായിട്ടും 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു, പ്രൈവറ്റ് ഗുഡ് ആൻഡ് പബ്ലിക് ഗുഡ്. എന്താണ് ഇവ തമ്മിലെ വ്യത്യാസം എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പബ്ലിക് ഗുഡിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും? പബ്ലിക് ഗുഡ് അതായത് പൊതുവസ്തുക്കൾ എന്നൊക്കെ പറയാൻ സാധിക്കും. നോ വൺ ക്യാൻ ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദി കൺസെപ്ഷൻ ഓഫ് ദീസ് ഗുഡ്സ് അല്ലേ, ഈ വസ്തുക്കൾ ഉപയോഗിക്കുമ്പം ആരും ഒഴിവാക്കണില്ല. പബ്ലിക് ഗുഡ് ഇഫ് യൂസ്ഡ് ബൈ എനിവൺ കനോട്ട് ബി ഡിനൈഡ് അനദർ അല്ലേ, ഒരാൾ ഉപയോഗിക്കുമ്പോൾ മറ്റൊരാൾക്ക് അത് തടയാനും സാധിക്കില്ല. നോ പ്രൈസ് വിൽ ബി ഡിമാൻഡ് ഫോർ ദീസ് ആൻഡ് സോ മാർക്കറ്റ് ആസ് നോ റോൾ ടു പ്ലേ അല്ലേ, മാർക്കറ്റിന് അല്ലെങ്കിൽ കമ്പോളത്തിന് യാതൊരു റോളും ഇല്ല ഇവിടെ. എന്നാൽ എന്താണ്, ഇത് എല്ലാവർക്കും വിതരണം ചെയ്തു കൊടുക്കണതാണ് അല്ലേ, എല്ലാവർക്കും തുല്യമായിട്ട്. ഒരാൾക്ക് എന്താണ് മറ്റൊരാളെ തടയാനോ അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ് ജനങ്ങളെ ഇതിന് എന്താണ് കുറച്ച് ആളുകൾക്ക് മാത്രമേ പരിഗണന കൊടുക്കുള്ളൂ എന്നാണ് ഒഴിവാക്കാനോ സാധ്യമല്ല. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും പബ്ലിക് ഗുഡിന്? പാർക്കുകൾ ഉണ്ടായിരിക്കും, റോഡ്, പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അല്ലെ, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മളെന്താണ് ഹോസ്പിറ്റലുകൾ കണ്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ എന്താണ് സ്കൂളുകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുണ്ട് ഗവൺമെൻറ്റായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഇനി പ്രൈവറ്റ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, പ്രൈവറ്റ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി സ്വകാര്യമായിട്ട് ഉപയോഗിക്കുകയാണ്, അയാൾ മാർക്കറ്റിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങുന്നതാണ്. ഇവിടെ ഒരാൾ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ട് വേറെ ആൾക്ക് വന്നാൽ അതിൽ കൈ കടത്താൻ പറ്റില്ല. കാരണം എന്താണ്, അത് പ്രൈവറ്റ് ഗുഡാണ്. ഒരു വ്യക്തി മാർക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള അതിൽ പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ്. അതിന് എക്സാമ്പിൾ എന്തൊക്കെ ആയിരിക്കും? ക്ലോത്ത് അല്ലേ, പിന്നെ ടെലിവിഷൻ, TV, വെഹിക്കിള്, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. വി ബൈ ഫ്രം ദി മാർക്കറ്റ് ഫോർ എ പ്രൈസ് അല്ലേ, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വില കൊടുത്ത് വാങ്ങാണ്. സച്ച് ഗുഡ്സ് ആർ കോൾഡ് പ്രൈവറ്റ് ഗുഡ്. ഇതിനെ നമ്മൾ എന്ത് പറയും? പ്രൈവറ്റ് ഗുഡ് എന്ന് പറയും. ബിക്കോസ് ദേ ആർ ബോട്ട് ഫോർ പ്രൈവറ്റ് യൂസ്. ഇത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ളത്. അപ്പം എന്താണ് പ്രൈവറ്റ് ഗുഡും പബ്ലിക് ഗുഡും മനസ്സിലായിട്ടുണ്ടോ? ഇനി അലൊക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലായിട്ടുണ്ടോ അല്ലേ? അതായത് ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി വിതരണം ചെയ്യുന്നതിനാണ് നമ്മളെന്ത് പറയുക, അലൊക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. Distribution functions refers to the activities of the government to reduce inequality in income and wealth. അതായത് ഗവൺമെൻറ് ഇവിടെ പ്രവർത്തിക്കേണ്ടത് എങ്ങനെ? ജനങ്ങൾ തമ്മിലുള്ള ഇൻഇക്വാളിറ്റി, ഇൻകം ആൻഡ് വെൽത്തിൽ അല്ലേ, വരുമാനത്തിലും സ്വത്തിലുമുള്ള അസമത്വം കുറയ്ക്കാൻ വേണ്ടി, റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആരിടപെടും? ഗവൺമെൻറ് ചെയ്യുന്ന ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ പറയുന്നത്. ഗവൺമെൻറ് ഇൻ്റർവെൻസ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ഹയർ റേറ്റ് ഓഫ് ടാക്സസ് ആർ ഇമ്പോസ്ഡ് ഓൺ ദി റിച്ച് അല്ലേ, ധനികരായിട്ടുള്ള ആൾക്കാർ, റിച്ച് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് കണ്ടമാനം നികുതി ഈടാക്കും, നല്ല രീതിയിൽ നികുതി ഈടാക്കും അല്ലെ. ഗവൺമെൻറ് ഇടപെടുകയും ഇവരിൽ നിന്ന് ഹൈ റേറ്റ് ഓഫ് ടാക്സ് ഈടാക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദി ഗവൺമെൻറ് ഗെറ്റ് റവന്യൂ അല്ലെ, അപ്പോൾ ഗവൺമെൻറ് എന്ത് കിട്ടും? വരുമാനം കിട്ടും. വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഫുഡ് ആൻഡ് ലോ പ്രൈസ്, ഫ്രീ എഡ്യൂക്കേഷൻ, സോഷ്യൽ സെക്യൂരിറ്റി, ഇതൊക്കെ വിതരണം ചെയ്തു കൊടുക്കും. ആർക്ക് അല്ലേ? അതായത് ഭക്ഷണങ്ങൾ, വില കുറഞ്ഞ രീതിയിലെ സാധനങ്ങൾ,
ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ്, ഫ്രീ ആയിട്ടുള്ള ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ അല്ലെ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് ഉണ്ടാക്കുന്നത്, പിന്നെന്താണ് പാർക്കുകൾ ഉണ്ടാക്കുന്നത്, അങ്ങനെ പബ്ലിക് ഗുഡിൻ്റെ കാര്യങ്ങളൊക്കെ, പബ്ലിക് ഗുഡ് ഗവൺമെൻറ് ഒരുപാട് ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടുന്ന് കിട്ടുന്ന പണം കൊണ്ടാണ്, ഇങ്ങനെ ടാക്സ് ആയിട്ട് കിട്ടുന്ന പണം കൊണ്ടാണ്. അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റിയും കൂടി ഉറപ്പ് കൊടുക്കും അല്ലേ. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്, റിച്ച് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ടാക്സ്, ഹൈ റേറ്റ് ഓഫ് ടാക്സ് ഈടാക്കുകയും അത് ഉപയോഗിച്ചിട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യം ചെയ്തു കൊടുക്കുകയും ചെയ്യും. എന്തിനു വേണ്ടിയാണ്, ഇവർ തമ്മിലുള്ള ഇൻഇക്വാളിറ്റീസ് കുറയ്ക്കാൻ വേണ്ടി അല്ലേ, ഇൻകം ആൻഡ് വെൽത്ത്, അതായത് സമ്പത്തിലും വരുമാനത്തിലുമുള്ള ഇൻഇക്വാളിറ്റി കുറയ്ക്കാൻ വേണ്ടി റിച്ച് ആയിട്ട് ആളുകളിൽ നിന്ന് നല്ല രീതിയിൽ നികുതി ഈടാക്കുകയും അത് ഉപയോഗിച്ചിട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. 3, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ അഥവാ സ്ഥിരതാ ധർമ്മം എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് സ്റ്റെബിലൈസേഷൻ, സ്ഥിരത? Stabilization function refers to the measures taken by the government to maintain price stability and economic stability. വില സ്ഥിരത, സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്ന ആര്, ഗവൺമെൻറ്. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് പറയുക, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും, CRR-ലും SLR-ലും അല്ലേ. ഡിഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് അനുയോജ്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്തും അല്ലേ, CRR-ഉം ആൻഡ് SLR-ൽ. അപ്പം ഇങ്ങനെയൊക്കെ അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറയും. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള 3 ഒബ്ജക്റ്റീവ്സ് അല്ലേ, 3 ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അല്ലെ, എയിംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അലോക്കേഷൻ ഫംഗ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്? നിസ്സംഗത വക്രത്തിൻ്റെ അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്, ഘടകങ്ങൾ. ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ അല്ലേ, ഒരു ഉപഭോക്താവിൻ്റെ ഒപ്റ്റിമൽ ചോയ്സും എഴുതാനാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ചിത്രം വരച്ച് രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സാമിന് 5 മാർക്കിന് 8 മാർക്കിന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. അതും ഈ ഒപ്റ്റിമൽ ചോയ്സും ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഇതെന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കാം. ഏതാണ്, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്? ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചുള്ള കാര്യമാണ് ഇൻഡിഫറൻസ് കർവ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രധാനമായിട്ടും നമുക്ക് 4 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ 4 ടൈപ്സ് ഓഫ് ഫീച്ചേഴ്സ് നമുക്ക് പറയാനുണ്ട്. ഫസ്റ്റത്തത് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ. ഇതൊരു ഇൻഡിഫറൻസ് കർവാണ് ഇവിടെ തന്നിട്ടുള്ളത്. X1-ൻ്റെ അളവ് തായും X2-ൻ്റെ അളവ് രേഖപ്പെടുത്തുന്നുണ്ട്. X1-ൻ്റെ അളവ് X ആക്സിലും X2-ൻ്റെ അളവിൽ Y ആക്സിലും രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഞാൻ IC എന്നുള്ള ഒരു ഇൻഡിഫറൻസ് കർവ് വരച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും 4 ടൈപ്സ് ഓഫ് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന്, ഇത് ലെഫ്റ്റ് സൈഡാണ്, ഇവിടെ നിന്നിട്ട് റൈറ്റ് സൈഡും. അപ്പം ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ, അത് ഇടത്തുനിന്ന് വലത്തോട്ട് ചെരിഞ്ഞിറങ്ങുന്ന കർവായിരിക്കും. ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്തുനിന്ന് വലത്തോട്ട് ചെരിഞ്ഞിറങ്ങുന്ന കർവായിരിക്കും. അടുത്തെന്താണ് രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതിന് ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എന്താണ് ഇതിൻ്റെ ഷേപ്പ് അല്ലേ, കോൺവെക്സ് ടു ദി ഒറിജിൻ, കോൺവെക്സ് ഷേപ്പ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ഷേപ്പ് എന്താണ്, കോൺവെക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടുള്ള 2 പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റും, 2 കോൺവെക്സ് ടു ദി ഒറിജിനും. ഇനി മൂന്നാമത്തത്, ഇനി 2 പോയിന്റ് കൂടി ഉണ്ട്. ഈ 2ഉം 3ഉം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിഫറൻസ് കർവ് മാത്രം പോരാ, ഇവിടെ ഇൻഡിഫറൻസ് മാപ്പ് കൂടി വരച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 2ാമത്തും 3ാമത്തും നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് കർവിന് ഇൻഡിഫറൻസ് മാപ്പ് ആക്കാൻ പോവാണ്. താഴെ IC1, IC2 ആൻഡ് IC3. IC1, IC2 ആൻഡ് IC3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നോക്കാം എന്തൊക്കെയായിരുന്നു. ഇനി ഇത് നോക്കിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പ്രത്യേകത അല്ലെങ്കിൽ ഫീച്ചേഴ്സ് കൂടി നമ്മൾ എഴുതേണ്ടത്. ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ്, ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷന് അല്ലേ, അതായത് ഉയർന്ന തരത്തിലുള്ള നിസ്സംഗത വക്രങ്ങൾ ഉയർന്ന തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ നൽകും അല്ലെങ്കിൽ സംതൃപ്തി നൽകും. ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ്
പ്രൊവൈഡ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. എക്സാമിന് ഒരു പക്ഷേ 8 മാർക്കിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ 3 പോയിന്റ് പറഞ്ഞു കഴിഞ്ഞ്. ഫസ്റ്റ് ഇത് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, കോൺവെക്സ് ഷേപ്പ്, ഹയർ ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ്, ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇവ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടുണ്ടോ? ഇല്ല. അപ്പം എന്താണ് 4th പോയിന്റ്? നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അതായത് ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടുകയില്ല. നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അപ്പം എന്താണ് ഇൻഡിഫറൻസ് കർവ്? ഇവ തമ്മിൽ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടുകയില്ല. എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരാറുണ്ട്, അല്ലെങ്കിൽ എന്താണ് മറ്റൊരു രീതിയിൽ ചോദിക്കും. അപ്പം ഇവിടെ ഇതുപോലെ തന്നിട്ട് ഇങ്ങനെ ഇൻഡിഫറൻസ് കർവ് തരും അല്ലേ. ഇതിന് IC1 എന്നോ ഇതിന് IC2 എന്നൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ IC1 IC2 ഏത് രീതിയിലും കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ അത് ഒരിക്കലും ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുകയില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇവ തമ്മിൽ ഒരിക്കലും പരസ്പരം ടച്ച് ചെയ്യില്ല. നമ്മൾ ഇൻഡിഫറൻസ് കർവ് വരച്ചു കഴിഞ്ഞ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള 4 ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളിതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ അല്ലേ. ഉപഭോക്താവിന് ഒപ്റ്റിമൽ ചോയ്സ്, അല്ലെങ്കിൽ എന്താണ് ഉപഭോക്താവിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, ഇതായിരിക്കും ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ഇൻഡിഫറൻസ് കർവിനോട് കൂടി നമ്മൾ എന്താണ് ഒരു ബഡ്ജ് ലൈൻ കൂടി നമ്മൾ ഒന്നിച്ച് വരയ്ക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ഇൻഡിഫറൻസ് കർവിനോട് കൂടി നമ്മളൊരു ബഡ്ജ് ലൈൻ കൂടി വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബഡ്ജ് ലൈൻ നമ്മൾ അതിൻ്റെ കൂടെ വരച്ചു കഴിഞ്ഞു എങ്കിൽ മാത്രമേ നമുക്ക് ഒപ്റ്റിമൽ ചോയ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം കണ്ടെത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ബഡ്ജ് ലൈൻ ഇതാണ് നമ്മുടെ വരുമാനത്തിന് ഇൻകത്തിൻ്റെ ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻഡിഫറൻസ് കർവും വരച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 പോയിന്റിൽ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ ഫസ്റ്റ്, ഇവിടെ സെക്കൻഡ് ആൻഡ് തേർഡ്. ഈ 3 പോയിന്റിലും വ്യത്യസ്ത തരത്തിലുള്ള ബണ്ടിലുകളായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. ഇവിടെ IC1ൻ്റെ ഈ പോയിന്റിലും ഏകദേശം ഒരേ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന 2 ബണ്ടിലുകളായിരിക്കും. ഏതെങ്കിലും ഒന്നിൻ്റെ അളവ് കൂടുതലും മറ്റൊന്നിൻ്റെ അളവ് കുറവുമാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റിൽ ആദ്യത്തെ കുറഞ്ഞതിൻ്റെ അളവ് കൂടുതലും പിന്നെ മറ്റേതിൻ്റെ കുറവുമായിരിക്കും. ഇനി സെൻറ്ററത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IC2ലാണ് ടച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X1ഉം X2ഉം ഒരു നിശ്ചിത അളവായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ലൈനിലെല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ പരമാവധി ഇൻകമാണ് ഉപയോഗിച്ചുള്ളത് അല്ലെ. സാധനം വാങ്ങാൻ വേണ്ടി അയാളെ പരമാവധി മാക്സിമം ഇൻകമാണ് ഉപയോഗിച്ചുള്ളത്. എന്നാൽ ഇതിൽ പുറത്താണെങ്കിലോ ഇൻകം ഇല്ല, താഴെയാണെങ്കിലോ ഇൻകം ബാക്കിയായിരിക്കും ഏതൊരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഈസ് ദി ഓപ്റ്റിമം പോയിന്റ്. ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ പരമാവധി സംതൃപ്തി കിട്ടാണ് അല്ലെങ്കിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്. അപ്പം ഈ ഒരു ബഡ്ജറ്റ് ലൈൻ്റെ ഏതൊരു പോയിന്റിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം മുഴുവനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പം മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇൻകം മുഴുവനായിട്ട് ഉപയോഗിക്കും വേണം. 2 വസ്തുക്കൾ നമുക്ക് പരമാവധി ഉപയോഗിക്കാനും കഴിയണം. അങ്ങനെയാണെങ്കിൽ ഏത് പോയിന്റ് ആയിരിക്കും ഉണ്ടാവുക? IC2ൻ്റെ ഈ പോയിന്റ് ആയിരിക്കും. കാരണം ഇവിടെയും ആണെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ അളവ് ഒന്നെങ്കിൽ X1ൻ്റെ അളവ് കൂടുതലോ അല്ലെങ്കിൽ ഇവിടെ X2ൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പം പരമാവധി നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 ഗുഡ്സും അല്ലെ X1ഉം X2ഉം മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കണം. The consumers goes to the market with the aim of attaining maximum satisfaction to buying goods and service. കൺസ്യൂമർ ഒരു മാർക്കറ്റിലേക്ക് പോകുന്നത് അയാൾക്ക് പരമാവധി സംതൃപ്തി ലഭിക്കുന്ന 2 വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയാണ്. A rational consumer spends his money in manner that give him a maximum satisfaction. Consumers equilibrium can be defined the position of maximum satisfaction. അല്ലെ, ഇവിടെ പരമാവധി സംതൃപ്തി ലഭിക്കുകയാണ് കൺസ്യൂമേഴ്സ് ഇൻകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മളൊരു 3 പോയിന്റുകൾ തിരഞ്ഞെടുത്ത് ഇവിടെ IC1ൻ്റെ പോയിന്റും ബഡ്ജറ്റ് ലൈനും ഒരു പോയിന്റും പുറത്തൊരു പോയിന്റ് തിരഞ്ഞെടുത്ത്. ഇനി എന്താണ് ഈ പോയിന്റിൻ്റെ പ്രത്യേകത? ചിലപ്പോൾ എക്സാമിന് ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണെങ്കിൽ അയാളെ ഇൻകം മുഴുവനായിട്ട് അയാൾ ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഈ ബഡ്ജറ്റ് ലൈനിലുള്ള പോയിന്റ് ആണെങ്കിൽ അയാളെ ഇൻകം മുഴുവനായിട്ട് അയാൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പുറത്തുള്ളൊരു പോയിന്റ് ആണെങ്കിലോ അയാൾ ഒരിക്കലും വാങ്ങാൻ സാധ്യമല്ല, അയാൾക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരിക്കും അല്ലേ, അയാളെ ഇൻകം അയാളെ കയ്യിലില്ല.
അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പോയിന്റ് പ്രത്യേകത? ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഇതിന് ഓരോ വീടുകളൊക്കെ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഇതിനെ നമ്മൾ താഴെയുള്ള പോയിന്റിന് നമ്മൾ ഇംഗത്തിനേക്കാൾ താഴെയാണ്, ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇൻഫീരിയർ ബണ്ടിൽ എന്ന് വിളിക്കും അല്ലേ? അതായത് ഇൻഫീരിയർ ബണ്ടിൽ എന്ന് വിളിക്കും. എന്നാൽ ഈ ഒരു പോയിന്റിലാണെന്നുണ്ടെങ്കിലോ, ഇൻകം മുഴുവനായിട്ട് ഉപയോഗിക്കുന്ന ബണ്ടിലാണെന്നുണ്ടെങ്കിലോ ഇതിന് നമ്മൾ പ്രിഫേർഡ് ബണ്ടിൽ. മുകളിലുള്ളതിനാണെങ്കിലോ സുപ്പീരിയർ ബണ്ടിൽ അല്ലേ? അതായത് മേന്മ കൂടിയ ബണ്ടിൽ അല്ലെങ്കിൽ താല്പര്യം കൂടിയ ബണ്ടിൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം താഴെയുള്ള ഇൻഫീരിയർ ബണ്ടിൽ, പ്രിഫേർഡ് ബണ്ടിൽ ആൻഡ് സുപ്പീരിയർ ബണ്ടിൽ, ഏറ്റവും മുകളിൽ സുപ്പീരിയർ ബണ്ടിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും പ്രതീക്ഷിക്കാം. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഡയഗ്രാമാറ്റിക്കലി നമ്മളെന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ എന്താണ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ ആൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് ബിക്കം ഈക്വൽ. അതായത് ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും ഈക്വലായിട്ട് വരുന്ന പോയിന്റ് ദ കൺസ്യൂമേഴ്സ് ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് പ്രൊഡക്റ്റ് AP ആൻഡ് മാർജിൻ പ്രൊഡക്റ്റ് MP അല്ലേ? ഇതിന് ഡിഫറൻസ് കണ്ടെത്താൻ വേണ്ടിയാണ് ചോദിച്ചുള്ളത്. എക്സാമിന് 4 മാർക്കിന് 5 മാർക്കിനൊക്കെ ആവർത്തി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ നമ്മൾ AP കർവും MP കർവും തന്നിട്ടുണ്ട്. നമ്മൾ TP AP MP ലോ ഓഫ് റിട്ടേൺ സ്കെയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഇത് മൂന്നും എന്താണ് അവിടെ TP AP MP എന്നിവ മൂന്ന് വിശദീകരിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ APയും MPയും ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിന് വ്യത്യാസം മനസ്സിലാകും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ തരുമ്പോൾ ഒരിക്കലും ഗ്രാഫ് തരില്ല. അപ്പോൾ ഗ്രാഫ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ആൻസർ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. കൈയാണ് എന്ത് ചെയ്യാൻ, നിങ്ങൾ ഇതിന് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈസി ആയിട്ട് ഇതിന് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് നമുക്ക് നോക്കാം. AP ഗോസ് ഇൻക്രീസിങ്. ഇവിടെ മുതൽ ഇവിടെ വരെ AP ഇൻക്രീസ് ചെയ്യാണ് അല്ലേ? AP ഗോസ് ഇൻക്രീസിങ്. MP ഈസ് മോർ ദാൻ AP. ആ സമയത്ത് APയേക്കാൾ കൂടുതലായിരിക്കും MP. MP മോർ ദാൻ AP. AP ഗോസ് ഇൻക്രീസിങ്. AP ഏതുവരെ വർദ്ധിക്കുന്നുണ്ടോ അതുവരെ MP മോർ ദാൻ AP. APയേക്കാൾ കൂടുതലായിരിക്കും MP എന്ന് പറഞ്ഞാൽ. വെൻ AP റീച്ചസ് മാക്സിമം, AP ഈ ഒരു പോയിന്റിൽ ഏറ്റവും മാക്സിമം പോയിന്റിലേക്ക് എത്തുകയാണ്. ആ സമയമാകുമ്പോഴോ AP ആൻഡ് MP വിൽ ബി ഈക്വൽ. MP ഈക്വൽ ടു AP. അതായത് AP മാക്സിമം പോയിന്റിലേക്ക് എത്തുമ്പോൾ, മാക്സിമം ലെവലിലേക്ക് എത്തുമ്പോൾ APയും MPയും ഈക്വൽ ആയിരിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കുക. വെൻ AP ഡിക്രീസസ്. AP ഡിക്രീസ് ചെയ്യുമ്പോൾ, AP കുറയാൻ തുടങ്ങുമ്പോൾ MP ഈസ് ലെസ് ദാൻ AP. MP ലെസ് ദാൻ AP എന്ന് പറഞ്ഞ് MP ലെസ് ദാൻ AP. അതായത് AP ഡിക്രീസ് ചെയ്യുമ്പം AP കുറയാൻ തുടങ്ങുമ്പോൾ എന്താണ് MP APയേക്കാൾ കുറവായിരിക്കും. ഈ പോയിന്റ് നിങ്ങൾ വിശദീകരിച്ച് എഴുതണം, ഈ ചിത്രം കൂടി വരയ്ക്കണം. എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പോയിന്റുകളും ഇതിൻ്റെ ഫീച്ചേഴ്സും ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ദി ഫോളോവിങ് ഫ്ലോ ചാർട്ട്. ഇവിടെ നമ്മൾ ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ചാർട്ട് തന്നിട്ടുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ ബ്ലാങ്ക് ആക്കി തന്നിട്ടുണ്ട്. 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഇവിടെ ഫസ്റ്റത്തിൽ നമ്മൾ ഒരു സൈഡിൽ ക്യാപിറ്റൽ ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട്, റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ റെസിപ്റ്റും എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 5 കളികൾ ബ്ലാങ്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ് ഉണ്ടാവുക എക്സാമിന്. 5 മാർക്കിന് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ്, ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ എന്താണ് ഇതിൻ്റെ ഡയഗ്രാം വലിയ അതിൻ്റെ ചാർട്ട് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണത്. അപ്പം ഏതൊക്കെയാണത്, വിട്ടുപോയ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഏതാണ്? ഗവൺമെൻറ് ബഡ്ജറ്റ് രണ്ടായിട്ടുണ്ട്. ഒന്ന് റവന്യൂ ബഡ്ജറ്റ് ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. റവന്യൂ ബഡ്ജറ്റിന് വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. റവന്യൂ റെസിപ്റ്റ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ ബഡ്ജറ്റിനെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ റെസിപ്റ്റിനെ ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. റവന്യൂ എക്സ്പെൻഡിച്ചർ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ റെസിപ്റ്റിനെ ബോറോവിംഗ്, ലോൺ റിക്കവറി, സ്മോൾ സേവിങ്സ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് ഇതിൻ്റെ ചിത്രം നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി.